ഹലോ ഫ്രണ്ട്സ്, ഐഫോൺ 13 Pro വൈറ്റ് ഡിസ്പ്ലേ ആയെന്ന് പറഞ്ഞൊരു കസ്റ്റമർ നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഡിസ്പ്ലേയുടെ വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത്. അതുകൂടാതെ നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. റിപ്പയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൾറെഡി റിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആ ഡിസ്പ്ലേ. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്കതിൻ്റെ ഫ്ലെക്സ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് പുതിയ ഫ്ലെക്സ് ബോണ്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് സ്ട്രിപ്പ് ചേഞ്ച് ചെയ്ത് പുതിയ സ്ട്രിപ്പ് നമ്മളതിൽ പേസ്റ്റ് ചെയ്യുന്ന വർക്ക്. അത്തരത്തിൽ സാധാരണ ഈ സ്ട്രിപ്പ് കംപ്ലയിൻറ്റ് വരുമ്പോൾ സാംസങ്, ഐഫോൺ, അതുപോലെ തന്നെ ഹൈ എൻഡ് മോഡൽ വരുന്ന LED ഡിസ്പ്ലേകളിൽ ഡിസ്പ്ലേ ബ്ലാങ്ക് ആവാം, വൈറ്റ് ഡിസ്പ്ലേ വരാം, ഡിസ്പ്ലേ ഫ്ലിക്കറിംഗ് ആവാം, ഗ്രീൻ ഡിസ്പ്ലേ വരാം. ഇത്തരം കംപ്ലയിൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം കണ്ടീഷനിൽ നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ പറയും ഡിസ്പ്ലേ മാറ്റിക്കോളൂ എന്ന്. നമുക്ക് ആ ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഫ്ലെക്സ് ബോണ്ട് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ അതേ പെർഫെക്ഷനോടുകൂടി ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ യൂസിങ് കണ്ടീഷനിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ നിങ്ങളുടെയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ LED ഡിസ്പ്ലേ വരുന്ന ഫോണുകളിൽ ഗ്രീൻ ഡിസ്പ്ലേ, ബ്ലാങ്ക് ഡിസ്പ്ലേ, ഡിസ്പ്ലേ ഫ്ലിക്കറിംഗ് തുടങ്ങിയ കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ നേരെ ഡോക്ടർ മൊബൈൽസിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾക്ക് ഡിസ്പ്ലേ മാറാതെ കുറഞ്ഞ ചിലവിൽ ഫ്ലെക്സ് ബോണ്ടിങ് ചെയ്തുകൊണ്ട് തന്നെ ഒറിജിനൽ ഡിസ്പ്ലേ അതേ പെർഫെക്ഷനോടുകൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും.